ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമിസ്റ്ററിലെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എക്സാമിൻ്റെ മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിൽ എന്താണ് HRM അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ചോദിക്കും. നമുക്കറിയാം, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് HRM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഹ്യൂമൻ റിസോഴ്സസിനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലാനിങ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് ഡെഫിനിഷൻസ്, HRMൻ്റെ ഡെഫിനിഷൻസ്. അപ്പോൾ ആരെങ്കിലും ഒരു ഡെഫിനിഷൻസ് നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെഫിനിഷൻസ് അവിടെ എഴുതാം. ഓക്കെ, വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് HRM? ഏതൊക്കെയാണ് HRMൻ്റെ സ്കോപ്പ്? നമുക്കറിയാം, ഈ ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്, അതേപോലെ ജോബ് അനാലിസിസ്, ജോബ് ഡിസൈന്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷന്, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷൻ, ദെൻ എംപ്ലോയീസ് റെമുനറേഷൻ. ഓക്കെ, പിന്നെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഈ HRMന്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററുകളായിട്ടൊക്കെ പഠിക്കുന്നത്. ഈ സെലക്ഷനും റിക്രൂട്ട്മെൻറ്റൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ സ്കോപ്പ് ഓഫ് HRM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പോയിന്റ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ പോയിന്റ് എന്ത് ചെയ്യരുത്, വിടരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് HRM? HRMൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, അല്ലേ? ദെൻ ഇറ്റ്സ് എ വെരി കോംപ്രഹെൻസീവ് ഫംഗ്ഷനാണ്. പിന്നെ കണ്ടിന്യൂസ് ആണ്. നമ്മൾ HRM എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെ ഹ്യൂമൻ ബിഹേവിയർ, ന്യൂ ഡിസിപ്ലിൻ ആണ് തുടങ്ങിയ ഈ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു 2-3 വട്ടം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് അത് കയറും. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ സ്കോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് HRM? അപ്പോൾ ഈ HRMൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അവിടെ ഈ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് 3-4 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷൻ. HRM കൊണ്ട് ഓർഗനൈസേഷൻ എന്താണ് ഇമ്പോർട്ടൻസ്, അതേപോലെ ഈ പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ് എന്താണ്, ദെൻ സോഷ്യൽ ഇമ്പോർട്ടൻസ്, HRMൻ്റെ സോഷ്യൽ ഇമ്പോർട്ടൻസ്, നാഷണൽ ഇമ്പോർട്ടൻസ്, അങ്ങനെ ഒരു 3-4 ക്ലാസിഫിക്കേഷനായിട്ട് അതിൻ്റെ ഓരോ ഹെഡിലും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ഇനി അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻസും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? ഒബ്ജക്റ്റീവ്സ് നമ്മൾ ജനറൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും അതേപോലെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആയിട്ടും 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ ഒബ്ജക്റ്റീവ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ മോൾഡിംഗ് ഓഫ് HR ടു അച്ചീവ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ കുറച്ച് ജനറൽ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് 2 ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ്? അപ്പോൾ പേഴ്സണൽ മാനേജ്മെൻറ്റും അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യുക, 2 എഴുതുക. അതേപോലെ സിമിലാരിറ്റിയും ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇത് ഡിഫറൻസ് നിങ്ങൾ എന്തായാലും പഠിക്കാം. ഓക്കെ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രാറ്റജിക് SHRM എന്താണ് എന്നുള്ളത്. ഓക്കെ, സ്ട്രാറ്റജിക് HRM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ HRMൻ്റെ കൂടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സും കൂടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് HRM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും പഠിക്കാൻ സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക. സമയം കിട്ടണമെങ്കിൽ ഈ അപ്രോച്ച് ഓഫ് HRM കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 5-8 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ HRM എന്ന ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമുക്ക് HRMൽ മൊത്തം 6 ചാപ്റ്ററാണുള്ളത്, അല്ലേ?
ഈ 6 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 എന്നീ ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് 2, 3, 4 ചാപ്റ്ററുകളിലേക്കാണ്. പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള ചാപ്റ്ററുകൾ നോക്കിയാൽ മതി. എന്നാലും ഈ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. Okay, thank you for watching. We'll see next video.